എന്താ ഇത്ര വലിയ ആലോചന? ഏത് സാമ്രാജ്യം പിടിക്കാനാ? എന്റെ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ആ പിന്നെ അവര് പോകുന്നതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും മുണ്ടോ ജാക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്ര വേഗമൊന്നും ചേച്ചി പോകുമെന്ന് നീ കരുതണ്ട. ചേച്ചേ, അവരെ അഭിമാനമുള്ളവരാ. അനിയൻ പണക്കാരനായത് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നാണെന്ന ചീത്തപ്പേര് അവര് കേൾപ്പിക്കില്ല. ഊണ് കഴിക്കാൻ നേരത്ത് എന്തിനാ കാപ്പി കുടിക്കുന്നത്? അയ്യോ, എന്റെ മുഖം പൊള്ളിപ്പോയി. അയ്യോ, എന്റെ മുഖമൊക്കെ പൊള്ളി ചേച്ചി, അയ്യോ എന്റെ ദൈവമേ. അയ്യോ പെടാ. അയ്യോ 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 എന്റെ ദൈവമേ. അയ്യോ എടാ, ആ ദ്രോഹി ശോഭ എന്റെ മുഖത്ത് തിളച്ച കാപ്പി പോരി വെച്ചാ എന്റെ മുഖം പൊള്ളിപ്പോടാ. അയ്യോ എന്റെ കണ്ണ്. ഞാനെങ്ങനെ അറിയും ചേച്ചി ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ചേച്ചി ഇവിടെ ഒളിച്ചു നിന്നതല്ല, നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെ എങ്ങനെ നിന്നുപോയി. ആ പിന്നെ ഞാൻ നിങ്ങളുടെ കിന്നാരം കേൾക്കാൻ വന്നല്ല, ഈ ജനലിന്റെ കമ്പി എത്ര ഉണ്ടെന്ന് നോക്കുമായിരുന്നു. ചേച്ചിക്ക് ഈ വീട്ടിലില്ലാത്ത അധികാരമാണോ? നിങ്ങൾ താലോലിച്ച് വളർത്തിയതല്ലേ എന്റെ ഭർത്താവിനെ. ധൈര്യമായിട്ട് എന്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ അമ്മ ഇതുപോലെ പലയിടത്തും പതുങ്ങിയെന്ന് പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ തിളപ്പിച്ച കാപ്പി മുഖത്ത് വീഴുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. പൊള്ളി പോകുന്നുണ്ടോ? മുഖം പൊള്ളി. നീ ചേച്ചി വിളിച്ചുകൊണ്ട് മരുന്നിട്ട് കൊടുത്തേ. വേണ്ട വേണ്ട, നീ എന്റെ മുഖത്ത് മരുന്നിട്ട് നാളെ എന്റെ മുഖം തന്നെ കാണുകയല്ല. ഞാൻ പറഞ്ഞു തരാമേ. ബാമേ, അമ്മ ധൈര്യമായിട്ട് വാ. ഓ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടാമേ. ഇത്രയും പൈസ ഒക്കെ ആയില്ലേ.